വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ പരീക്ഷകളിൽ PSC ആവർത്തിച്ച് ചോദിച്ച കമ്പ്യൂട്ടർ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ SCRT ക്ലാസ്സുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, മോഡൽ പേപ്പേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏതാണ്? നമ്മൾ 2 ക്ലാസ് ഓൾറെഡി കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാം കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. റിപ്പീറ്റായി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിലൊന്നാണ് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേതാണ് കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത്? ഏതാണ് വരുന്നത് നോക്കി? ഹെഡ്ഫോണ്, സ്പീക്കർ, സൗണ്ട് കാർഡ് എന്നിവയൊക്കെ എന്താണ്? ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. ഹെഡ്ഫോൺ, സ്പീക്കർ, സൗണ്ട് കാർഡ് എന്നിവ ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. ഇനി മൈക്രോഫോൺ എന്ന് പറയുന്നതാണ് ഇൻപുട്ട് ഡിവൈസസ് ആണ് അല്ലേ. മൈക്രോഫോൺ എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസ് ആണ്. അപ്പോൾ നമുക്ക് ചോദ്യം എന്താണ്? ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തതാണ്. അപ്പോൾ ഏതാണ്? മൈക്രോഫോൺ ആണ് വരുന്നത്. അപ്പോൾ എന്താണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് വെച്ചാൽ എന്താണ്? കമ്പ്യൂട്ടറുകളുടെ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്താണ് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്ത വിവരങ്ങൾ പുറത്തേക്ക് നൽകുന്ന ഉപകരണങ്ങളാണ്. പുറത്തേക്ക് നൽകുന്ന ഉപകരണങ്ങളെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. മോണിറ്റർ, പ്രിൻ്റർ, സ്പീക്കർ, ഹെഡ്ഫോൺ, പ്രൊജക്ടർ എന്നിവയൊക്കെ എന്താണ്? ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഹെഡ്ഫോണ്, അതുപോലെ തന്നെ പ്രൊജക്ടർ, സ്പീക്കർ, സൗണ്ട് കാർഡ്, മോണിറ്റർ ചോദിക്കാറുണ്ട് കേട്ടോ. മോണിറ്റർ, പ്രിൻ്ററൊക്കെ പഠിച്ചിരിക്കാം. മോണിറ്റർ, പ്രിൻ്റർ, അതുപോലെ തന്നെ മോണിറ്റർ, പ്രിൻ്റർ, സ്പീക്കർ, ഹെഡ്ഫോൺ, പ്രൊജക്ടർ എന്നിവയൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? പ്ലോട്ടർ ചോദിക്കാറുണ്ട് കേട്ടോ. പ്രിൻ്റർ ചോദിക്കാറുണ്ട്, പ്ലോട്ടറും ചോദിക്കാറുണ്ട്. ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? പ്രിൻ്റർ, പ്ലോട്ടർ എന്നിവയൊക്കെ ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് കേട്ടോ. പ്ലോട്ടർ, മോണിറ്റർ, ഹെഡ്ഫോൺ, സൗണ്ട് കാർഡ്, സ്പീക്കർ, അതുപോലെ തന്നെ ബ്രെയിൽ ഡിസ്പ്ലേ, ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉപകരണങ്ങൾ, അതുപോലെ തന്നെ ഡിജിറ്റൽ സൈനേജ് ഡിസ്പ്ലേകൾ കേട്ടോ. ഡിസ്പ്ലേ, ടച്ച് സ്ക്രീന്, അതുപോലെ തന്നെ പ്രൊജക്ടർ, ഹെഡ്ഫോൺ നമ്മൾ പറഞ്ഞു അല്ലേ. പ്രൊജക്ടർ, സ്പീക്കർ പറഞ്ഞു, അതുപോലെ തന്നെ മോണിറ്റർ എന്നിവയൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ഇനി എന്താണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് വെച്ചാൽ എന്താണ്? കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അങ്ങോട്ട് നൽകുക കേട്ടോ. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ്, നമ്മൾ ഇൻപുട്ട് നൽകുന്നതിലെ കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്ക്, അതുപോലെ തന്നെ ഡിജിറ്റൽ ക്യാമറ, മൈക്രോഫോണ്, ഒപ്റ്റിക്കൽ മാർക്ക്, നമുക്കറിയാം ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ, OCR അല്ലേ. OCR എന്ന് പറയുന്നത്. OCR എന്ന് വെച്ചാൽ എന്താണ്? ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ ആണ് OCR എന്ന് പറയുന്നത്. അതുപോലെ തന്നെ MICR എന്ന് വെച്ചാൽ എന്താണ്? MICR എന്ന് വെച്ചാൽ എന്താണ്? മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ ആണ്. MICR എന്ന് പറയുന്നത്. അപ്പോൾ OCR, MICR, അതുപോലെ തന്നെ മൈക്രോഫോൺ, പിന്നെ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ പറഞ്ഞു. അതുപോലെ തന്നെ ബാർകോഡ് റീഡർ കേട്ടോ. ബാർകോഡ് റീഡർ പഠിച്ചിരിക്കാൻ ചോദിക്കാറുണ്ട്. ബാർകോഡ് റീഡർ എന്നിവയും, അതുപോലെ തന്നെ ജോയ്സ്റ്റിക്ക് പറഞ്ഞു അല്ലേ. കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, ജോയ്സ്റ്റിക്ക്, സ്കാനർ ചോദിക്കാറുണ്ട് കേട്ടോ. സ്കാനർ എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് ആണ് സ്കാനർ എന്ന് പറയുന്നത്. സ്കാനർ, ബാർകോഡ് റീഡർ, ഡിജിറ്റൽ ക്യാമറ, ടച്ച് സ്ക്രീൻ, മൈക്രോഫോൺ, ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നൈസേഷൻ, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ എന്നിവയൊക്കെ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങളാണ്. അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു പോയിൻറ്റിംഗ് ഉപകരണം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒരു പോയിൻറ്റിംഗ് ഉപകരണം ചോദിക്കുകയാണെങ്കിൽ ഇതാണ് മൗസാണ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, PDF-ൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഏതാണ്? പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് എന്നാണ് PDF-ൻ്റെ പൂർണ്ണ രൂപം. എന്താണ്? പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്. PDF-ൻ്റെ പൂർണ്ണ രൂപം എന്താണ്? പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്.
നെക്സ്റ്റ് IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഏതാണ്? IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഏതാണ്? അപ്പോൾ തന്നിരിക്കുന്നതിൽ അനുവദനീയമല്ലാത്തതൊന്നും തന്നിട്ടില്ല എന്നാണ് നമ്മുടെ ആൻസറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അനുവദനീയമായത് നമുക്ക് പഠിച്ചു പോകാമല്ലോ അല്ലേ? IT ആക്ട് 2000 പ്രകാരം എന്തൊക്കെയാണ്? ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ചുള്ള ഇടപാട്, ഡിജിറ്റൽ ഫോർമാറ്റിൽ ഔദ്യോഗിക രേഖ സൂക്ഷിക്കുന്നത്, സൈബർ കുറ്റകൃത്യം ചെയ്യുന്നത്, കമ്പ്യൂട്ടർ വൈറസുകൾ നിർമ്മിക്കുന്നത് എന്നൊക്കെ എന്താണ് സൈബർ കുറ്റകൃത്യം ചെയ്യുന്നത്, കമ്പ്യൂട്ടർ വൈറസുകൾ നിർമ്മിക്കുന്നത് എന്താണ്? IT ആക്ട് 2000 പ്രകാരം അനുവദനീയമായ കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളതിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏതാണ്? അപ്പോൾ രണ്ടാമത്തെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ വെബ് ബ്രൗസറൊക്കെ കേട്ടോ. വെബ് ബ്രൗസർ അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 62ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? താഴെ തന്നിട്ടുള്ളതിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏതാണ്? സഫാരിയാണ് വെബ് ബ്രൗസർ. ഏതൊക്കെ വെബ് ബ്രൗസറാണ് അറിയുന്നത്? ക്രോം, ഫയർഫോക്സ്, ആപ്പിൾ സഫാരി, മൈക്രോസോഫ്റ്റ് എഡ്ജ് ആൻഡ് ഒപ്പേര എന്നിവയൊക്കെ എന്താണ്? വെബ് ബ്രൗസേഴ്സ് ആണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ക്രോം പറഞ്ഞു അല്ലേ? ക്രോം എന്ന് പറയുന്നത് ഗൂഗിളിനെയാണല്ലോ. ക്രോം എന്ന് പറയുന്നത് ഏത് കമ്പനിയുടേതാണ്? ഗൂഗിളിനെയാണ്. അപ്പോൾ ഗൂഗിൾ ക്രോം. അതുപോലെ തന്നെ ഫയർഫോക്സ് മൈക്രോസോഫ്റ്റിൻ്റെയാണ് ഫയർഫോക്സ് എന്ന് പറയുന്നത്. ഫയർഫോക്സ് അതുപോലെ തന്നെ ഏതാണ്? സഫാരി നമ്മൾ പറഞ്ഞു. സഫാരി ഇതിൻ്റെയാണ്? ആപ്പിളിൻ്റെയാണ് അല്ലേ? ആപ്പിളിൻ്റെയാണ് സഫാരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? എഡ്ജ് ഒപ്പേര മൈക്രോസോഫ്റ്റ് എഡ്ജ് ഉണ്ടോ? മൈക്രോസോഫ്റ്റ് എഡ്ജ് ഒപ്പേര എന്ന് പറയുന്നതും ഒക്കെ എന്താണ്? വെബ് ബ്രൗസേഴ്സ് ആണ്. പഠിച്ചു വെക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ കാണുന്നതാണ്. ആപ്പിൾ സഫാരി, ക്രോം, ഫയർഫോക്സ്, എഡ്ജ്, ഒപ്പേര എന്നിവയൊക്കെ എന്താണ്? വെബ് ബ്രൗസേഴ്സ് ആണ്. നെക്സ്റ്റ്, ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം ഏതാണ്? ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം ഏതാണ്? ജെമിനിയാണ് കേട്ടോ. ജെമിനിയാണ് ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം ഏതാണ്? ജെമിനിയാണ് ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം. ജെമിനി. നെക്സ്റ്റ്, ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ്? ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ്? ഏത് കുറ്റകൃത്യമായിരിക്കും? എന്താണ്? വോയൂറിസം എന്ന് പറയുന്നതാണ്. വോയൂറിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരസാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം ഏതാണ്? വിവരസാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം ഏതാണ്? വിഷയം പറയുന്നത് ഏതാണ്? ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ. എന്ന് പറയുന്നതാണ് വിവരസാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം ഏതാണ്? ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ. നെക്സ്റ്റ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ഏതാണ്? ക്ലൗഡ് സർവീസ് ഏതാണ്? NIC ആണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ഏതാണ്? NIC. നെക്സ്റ്റ്, IoT എന്നത് എന്നാണ്? IoTയുടെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നതാണ്. IoT എന്ന് പറയുന്നത് ഏതാണ്? IoT എന്ന് പറയുന്നത് ഏതാണ്? IoT എന്ന് പറയുന്നതാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ് IoT എന്ന് പറയുന്നതാണ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. നെക്സ്റ്റ്, കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? ഒറാക്കിൾ, MS ആക്സസ്, MS Excel, MySQL ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ വരാത്തത് ഏതാണ്? MS Excel ആണ്. കാരണം എന്താണ്? MS Excel എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ്. സ്പ്രെഡ്ഷീറ്റിൽ ചെയ്യുന്ന വർക്കുകളാണ് ഈ MS Excel ചെയ്യുന്നതാണ്. സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ്. ബാക്കി ഒറാക്കിൾ ആണെങ്കിലും MS ആക്സസ് ആണെങ്കിലും MySQL ഒക്കെ എന്താണ്? ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഒറാക്കിൾ, MS ആക്സസ് അതുപോലെ തന്നെ MySQL എന്ന് പറയുന്നത്. MS Excel എന്ന് പറയുന്നതാണ് സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൽ വരാത്തതാണ് MS Excel ആണ് കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത്. ബാക്കിയൊക്കെ എന്താണ്? ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസ് ആണ്. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതാണ്? നമുക്ക് കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലാൻഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതാണ്? WAN ആണ്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് WAN ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി പറയുന്നതിൽ ഏതാണ് ശരി? അയച്ചതും എന്നാൽ ഡെലിവർ ചെയ്യാത്തതുമായ ഇമെയിലുകളാണ് ഡ്രാഫ്റ്റുകൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ BCC എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പിയാണ്.
ഒരു ഇമെയിലിന് ഡോക്യുമെൻറ്റുകൾ, ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടാകും. ഈ പറയുന്നതിൽ ഏതാണ് ശരി വരുന്നത്? ഇനി പറയുന്നതിൽ ഏതാണ് ശരി വരുന്നത് നോക്കി. അയച്ചതും എന്നാൽ ഡെലിവർ ചെയ്യാത്തതുമായ ഇമെയിലുകളാണ് ഡ്രാഫ്റ്റുകൾ എന്ന് പറയുന്നത്. അയച്ചതും എന്നാൽ ഡെലിവർ ചെയ്യാത്തതുമായ ഇമെയിലുകൾ എന്നാണ് ഡ്രാഫ്റ്റുകൾ തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. എന്താണ് ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ? ഇമെയിൽ ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു മെസ്സേജ് സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതൊക്കെയാണ് ഈ ഡ്രാഫ്റ്റിൽ വരുന്നത്. ഇതിൽ പറഞ്ഞതാണ് അയച്ചതും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞത് അയച്ചിട്ടില്ല, നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് ഡെലിവേർഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതാണെന്ന് പറയുന്നത് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡ്രാഫ്റ്റ് ആയിട്ട് ഇടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് തന്നെ ഈ ഡ്രാഫ്റ്റിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് നമുക്ക് സെൻഡ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമുക്ക് ഈ ഡ്രാഫ്റ്റിലുള്ള ഫയൽസ് നമുക്ക് എഡിറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ തെറ്റാണല്ലേ. ഇനി BCC എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണെന്ന് പറയുന്നുണ്ടല്ലോ, ശരിയാണല്ലേ. BCC എന്ന് വെച്ചതാണ് ബ്ലൈൻഡ് കാർബൺ കോപ്പി ആണെന്നത് ശരിയാണ്. ഒരു ഇമെയിലിന് ഡോക്യുമെൻറ്റുകളും ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടാകും, അതും ശരിയാണ് കേട്ടോ. ഒരു ഇമെയിലിന് ഡോക്യുമെൻറ്റുകളും ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടാകും. അപ്പോൾ 2, 3 ഇവിടെ ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെറ്റാഡാറ്റ, ശീർഷകം, സ്റ്റൈൽ, കോഡ് എന്നിവ കണ്ടെത്തുന്ന HTML ടാഗ് ഏതാണ്? മെറ്റാഡാറ്റ, ശീർഷകം, സ്റ്റൈൽ, കോഡ് എന്നിവ കണ്ടെത്തുന്ന HTML ടാഗ് ഏതാണ്? ഹെഡ് എന്നാണ് വരുന്നത്. ഹെഡ് എന്ന് വെച്ചാൽ എന്താണ്? മെറ്റാഡാറ്റ, ശീർഷകം, സ്റ്റൈൽ, കോഡ് എന്നിവ കണ്ടെത്തുന്ന HTML ടാഗ് ഏതാണ്? ഹെഡ് എന്നാണ് വരുന്നത് കേട്ടോ. ഹെഡാണ്. നെക്സ്റ്റ്, IT ആക്ട് 2000 സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ എന്താണ്? IT ആക്ട് 2000 സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് എന്താണ് ശിക്ഷ? 66F ശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ്. 66F പറയുന്നത്. IT ആക്ട് 2000 സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ പറയുന്നത് ഇതിനാണ്, 66F. നെക്സ്റ്റ്, പ്രോഗ്രാമിൽ ഒരു വേരിയബിളിൻ്റെ ഉപയോഗം എന്താണ്? നമുക്ക് തന്നിരിക്കുന്നതിന് ആൻസർ ഇല്ല. എന്താണ് ഒരു വേരിയബിൾ? ഒരു പ്രോഗ്രാമിങ്ങിൽ ഒരു വേരിയബിൾ എന്ന് വെച്ചാൽ ഡാറ്റ സംഭരിക്കുന്നതിനായിട്ട് കമ്പ്യൂട്ടർ മെമ്മറി ലൊക്കേഷനുകൾക്ക് നൽകിയിരിക്കുന്ന പേരുകളാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഡാറ്റ സംഭരിക്കുന്നതിനായിട്ട് കമ്പ്യൂട്ടർ മെമ്മറി ലൊക്കേഷനുകൾക്ക് നൽകിയിരിക്കുന്ന പേരാണ് വേരിയബിളുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാന്തർ, ജാഗ്വർ, പ്യൂമ, ചീറ്റ എന്നിവ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ പതിപ്പുകളാണ്? പാന്തർ, ജാഗ്വർ, പ്യൂമ, ചീറ്റ എന്നിവ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ പതിപ്പുകളാണ്? മാക്ക് കേട്ടോ, മാക്കാണ്. മാക്കിൻ്റെയാണ് കേട്ടോ. മാക്ക് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ പതിപ്പുകളാണ് പാന്തർ, ജാഗ്വർ, പ്യൂമ, ചീറ്റ എന്നിവ. നെക്സ്റ്റ്, വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത്? വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത്? ഏത് വകുപ്പാണ്? വകുപ്പ് 5(2) വകുപ്പ് 5(2) അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറെ നിയമിക്കുന്ന പറയുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 5(2). നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും സെർച്ച് എഞ്ചിൻ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതാണ്? ജിമെയിൽ ആണല്ലേ. ജിമെയിലാണ് സെർച്ച് എഞ്ചിൻ അല്ലാത്തത്. യാഹൂ, ഗൂഗിൾ, അതുപോലെ തന്നെ ബിങ് എന്നിവയൊക്കെ എന്താണ്? സെർച്ച് എഞ്ചിൻസ് ആണ്. യാഹൂ, ഗൂഗിൾ, ബിങ് എന്നിവയൊക്കെ എന്താണ്? സെർച്ച് എഞ്ചിൻസ് ആണ്. നെക്സ്റ്റ്, മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബയോമെട്രിക് സെൻസർ. ബയോമെട്രിക് സെൻസർ എന്നാണ് ചെയ്യുന്നത്. മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. നെക്സ്റ്റ്, റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ഏത് നെറ്റ്വർക്കാണ് തന്നിരിക്കുന്നതിൽ? ഏത് നെറ്റ്വർക്കാണ്? വേനാണ് അല്ലേ. വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കാണ്? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. നെക്സ്റ്റ്, ഡിജിറ്റൽ എംപവർമെൻറ്റ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ എംപവർമെൻറ്റ് ഇന്നവേഷൻ അറ്റ് COVID-19 പുരസ്കാരം 2020-21 കരസ്ഥമാക്കിയ സ്ഥാപനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഡിജിറ്റൽ എംപവർമെൻറ്റ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ എംപവർമെൻറ്റ് ഇന്നവേഷൻ അറ്റ് COVID-19 പുരസ്കാരം 2020-21 കരസ്ഥമാക്കിയ സ്ഥാപനം ഏതാണ്? കൈറ്റാണ് കേട്ടോ. കൈറ്റാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചും മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം എന്ന് പറയുന്നത്. ശരിയാണ്. ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചും മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ് ചെയ്യുന്നത്. ശരിയാണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻസ് ആണല്ലേ. ഒരു നെറ്റ്വർക്കിൽ ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ് ചെയ്യുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണ് വിവരം എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സ്വിച്ച് വിവരം അയക്കുകയുള്ളൂ. അപ്പോൾ സ്വിച്ച് എന്ന് പറയുന്നത് സെലക്ട് ചെയ്തിട്ടാണ് അയക്കുന്നത്. ഏത് കമ്പ്യൂട്ടറിലേക്കാണ് വിവരം എത്തേണ്ടത് അവിടെ മാത്രമാണ് കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നത് സ്വിച്ചാണ്. എന്നാൽ ആ പ്രസ്തുത നെറ്റ്വർക്കിൽ എല്ലാത്തിലും അല്ലേ അവിടെ വരുന്ന ഒരു നെറ്റ്വർക്കിൽ വരുന്ന എല്ലാ വിവരങ്ങളും എല്ലാ കമ്പ്യൂട്ടറുകളിലേക്ക് കൊടുക്കുന്നത് ആരാണ്? ഹബ്ബാണ് ചെയ്യുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ച് ഡിജിറ്റൽ സിഗ്നലുകളാക്കി മാറ്റാനായിട്ട് കഴിവുള്ള ഉപകരണമാണ് മോഡം എന്ന് പറയുന്നത്. അപ്പോൾ മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നെക്സ്റ്റ്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ITA 2000 അല്ലെങ്കിൽ ITA ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി ഏതാണ്? ITA ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി ഏതാണ്? 2000 ഒക്ടോബർ 17. 2000 ഒക്ടോബർ 17 ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഇന്ത്യൻ പാർലമെൻറ്റിൽ വിജ്ഞാപനം ചെയ്തത്. നെക്സ്റ്റ്, വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങൾ ഏതെല്ലാമാണ്? അനുയോജ്യമായ രീതിയിൽ ബന്ധിപ്പിക്കുക. വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഫയൽ സിസ്റ്റങ്ങൾ ഏതൊക്കെയാണ് വരുന്നത് നോക്കിയേ. GNU അല്ലെങ്കിൽ ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ext4 കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫയൽ സിസ്റ്റം ചോദിക്കുകയാണെങ്കിൽ GNU ലിനക്സ് എന്ന് പറയുന്നത് ext4 ആണ്. ഇനി മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ ഏതാണ്? മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെയാണ്. NTFS എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെയാണ്. എന്ത് വരുന്നത്? NTFS വരുന്നത് മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെയാണ് NTFS വരുന്നത്. ആപ്പിൾ മാക് OS X ഏതിനാണ്? HPFS ആണ് ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റം ഏതാണ്? ആപ്പിൾ മാക് OS Xൽ HPFS ആണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? GNU ലിനക്സ് ext4 ആണ് ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റം. മൈക്രോസോഫ്റ്റിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റം NTFS ആണ്. ആപ്പിൾ മാക് OS Xൽ ഉപയോഗിക്കുന്നതാണ് HPFS ആണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ് ഏതാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺലൈൻ ഹരാസ്മെൻറ്റ് ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? സൈബർ ബുള്ളിയിങ് ആണ്. നെക്സ്റ്റ്, ലാൻഡ് മൈൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ്? 1. വാൻ ലാനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നത്. ലാനിന് വാനേക്കാൾ വേഗത ഉണ്ട് എന്ന് പറയുന്നതാണ് ശരിയായ ആൻസർ. 1, 2 മാത്രമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസർ. വാൻ ലാനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. ലാന് വാനേക്കാൾ വേഗതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്താണ്? മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്? എന്തൊക്കെയാണ്? മൈക്രോസോഫ്റ്റ് ടീംസ്, ഗൂഗിൾ മീറ്റ്, സൂം എന്നിവയൊക്കെ എന്താണ്? വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നവയാണ്. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. 1, 2, 3 മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗൂഗിൾ ആണ് അല്ലേ? ഗൂഗിളാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഗൂഗിളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നെക്സ്റ്റ്, ബൂട്ടപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വയ്ക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി ഏതാണ്? റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ എന്ന് പറയാം റോം എന്ന് പറയാം അല്ലേ? റീഡ് ഓൺലി മെമ്മറിയാണ് ബൂട്ടപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വയ്ക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി, റീഡ് ഓൺലി മെമ്മറി. നെക്സ്റ്റ്, ട്രാൻസ്ലേറ്റർ എന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ലാംഗ്വേജ് പ്രൊസസ്സറാണ് അല്ലേ? ട്രാൻസ്ലേറ്റർ എന്നറിയപ്പെടുന്ന ഏതാണ്? ലാംഗ്വേജ് പ്രൊസസ്സറിനെയാണ് എന്നറിയപ്പെടുന്നത് ട്രാൻസ്ലേറ്റർ എന്ന് അറിയപ്പെടുന്നത്.
ഒരു വ്യക്തിയുടെ യൂസർ നെയിമുകളും പാസ്വേഡുകളും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളുമൊക്കെ വ്യാജ വെബ്സൈറ്റ് മുഖേന മോഷ്ടിച്ചെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? ഒരു വ്യക്തിയുടെ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളൊക്കെ വ്യാജ വെബ്സൈറ്റ് മുഖേന മോഷ്ടിച്ചെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? ഏതാണ്? ഫിഷിംഗ് എന്നാണ് പറയുന്നത്. ഫിഷിംഗ് എന്നാണ്. ഒരു വ്യക്തിയുടെ യൂസർ നെയിമുകളും പാസ്വേഡുകളും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളുമൊക്കെ വ്യാജ വെബ്സൈറ്റ് മുഖേന മോഷ്ടിച്ചെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? ഫിഷിംഗ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? ഗേറ്റ്വേ ആണ്. ഗേറ്റ്വേ ആണ്. നെക്സ്റ്റ്, ഡക്ക് ഡക്ക് ഗോ എന്നത് എന്താണ്? ഡക്ക് ഡക്ക് ഗോ എന്നത് പറയുന്നത് ഏതാണ്? ഒരു സെർച്ച് എഞ്ചിനാണ്. ഡക്ക് ഡക്ക് ഗോ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെർച്ച് എഞ്ചിനാണ്. അപ്പോൾ സെർച്ച് എഞ്ചിൻ എന്താണെന്നൊക്കെ പഠിച്ചു വയ്ക്കാം കേട്ടോ. ഡക്ക് ഡക്ക് ഗോ എന്ന് പറയുന്നതും എന്താണ്? ഒരു സെർച്ച് എഞ്ചിനാണ്. നെക്സ്റ്റ്, ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശം ഏതാണ്? ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശം എന്താണ്? സ്പാംസ്. ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശമാണ് സ്പാംസ്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണം തന്നിരിക്കുന്നതിൽ ഏതാണ്? സ്കാനർ ആണല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു സ്കാനറാണ് ഒരു ഇൻപുട്ട് ഉപകരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ IT ആക്ട് 2000 and 2008 ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്? IT ആക്ട് 2000 and 2008 ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്? 66D. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ IT ആക്ട് പ്രകാരം ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്? 66D. നെക്സ്റ്റ്, ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം ഏതാണ്? ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം ഏതാണ്? ഒക്ടോബർ മാസമാണ്. കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, സംഖ്യകൾ എന്നിവ ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, സംഖ്യകൾ എന്നിവ ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ. ഒരു കീബോർഡാണല്ലേ. കീബോർഡാണ്. ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്? ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ്? റേഡിയോ തരംഗമാണല്ലേ. റേഡിയോ തരംഗമാണ്. ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന തരംഗം ഏതാണ്? റേഡിയോ തരംഗം. ക്വസ്റ്റ്യൻ. സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം ഏതാണ്? അപ്പോൾ ആദ്യം പ്രൈമറി മെമ്മറി എന്താണ്, സെക്കൻഡറി മെമ്മറി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പ്രൈമറി മെമ്മറി എന്ന് വെച്ചാൽ വിവരങ്ങൾ നിലനിർത്തുന്നതിനായിട്ട് വൈദ്യുതി ആവശ്യമാണ്. വിവരങ്ങൾ നിലനിർത്തണമെങ്കിൽ വൈദ്യുതി ആവശ്യമാണ്. അതിന് എക്സാമ്പിളാണ് എന്തൊക്കെ? റാം, റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി മെമ്മറിക്ക് ഉദാഹരണമാണ് റാൻഡം ആക്സസ് മെമ്മറി. അതുപോലെ കേഷ് മെമ്മറി, പിന്നെ രജിസ്റ്റർ എന്നിവയൊക്കെ എന്താണ്? റാൻഡം ആക്സസ് മെമ്മറിക്ക് എക്സാമ്പിളാണ്. കേഷ് മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി, രജിസ്റ്റർ എന്നിവയൊക്കെ പ്രൈമറി മെമ്മറിക്ക് ഉദാഹരണമാണ്. ഇനി സെക്കൻഡറി മെമ്മറി എന്ന് വെച്ചാൽ വിവരങ്ങൾ നിലനിർത്തുവാനായിട്ട് വൈദ്യുതി ആവശ്യമില്ല. അപ്പോൾ ഏതൊക്കെയാണ് വരിക? ഹാർഡ് ഡിസ്ക്, അതുപോലെ തന്നെ റോം, റീഡ് ഓൺലി മെമ്മറി, ഹാർഡ് ഡിസ്ക്, ഫ്ലാഷ് ഡ്രൈവ്, ഒപ്റ്റിക്കൽ ഡിസ്ക്, CD DVD. ഒപ്റ്റിക്കൽ ഡിസ്കിൽ വരുന്നത് CD DVD ആണ്. പിന്നെ മാഗ്നറ്റിക് ടാപ്സ്, ഫ്ലാഷ് ഡ്രൈവ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നിവയൊക്കെ സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ പ്രൈമറി മെമ്മറിക്ക് എക്സാമ്പിളാണ് റാം, റാൻഡം ആക്സസ് മെമ്മറി, കേഷ് മെമ്മറി ആൻഡ് രജിസ്റ്റേഴ്സ്. സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണങ്ങളാണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് SSD, ഫ്ലാഷ് ഡ്രൈവ്, ഒപ്റ്റിക്കൽ ഡിസ്ക് CD DVD, മാഗ്നറ്റിക് ടാപ്സ്, റോം, റീഡ് ഓൺലി മെമ്മറി. നെക്സ്റ്റ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവയിലേതാണ്? എക്സലും ജിമ്പും ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്. എക്സൽ, ജിമ്പ് 3, 4 ആണ് ആൻസർ വരുന്നത്. ഏതൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്? ഓഫീസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ്, എക്സൽ, വേഡ്, പവർ പോയിൻ്റ്, ഔട്ട്ലുക്ക്. ഇനി ഇൻ്റർനെറ്റ് ബ്രൗസേഴ്സ് ആണ് ഫയർഫോക്സ്, ക്രോം, സഫാരി, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഒക്കെ. മ്യൂസിക് സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്? ആപ്പിൾ മ്യൂസിക്, സ്പോട്ടിഫൈ ഒക്കെ മ്യൂസിക് സോഫ്റ്റ്വെയർസ് ആണ്. കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ് സൂം, ടീംസ്, സ്കൈപ്സ് ഒക്കെ. അപ്പോൾ കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്. നമുക്ക് തന്നിരിക്കുന്നതിൽ എക്സലും ജിമ്പും ആണ്. വേർഡ്, പവർ പോയിൻ്റ്, ഔട്ട്ലുക്ക് ഒക്കെ എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്.
ഇനി ഓപ്ഷനിൽ വിൻഡോസും ലിനക്സും തന്നിട്ടുണ്ട്. ഈ വിൻഡോസ് ലിനക്സ് എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് അല്ലേ? വിൻഡോസും ലിനക്സും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. മാക് OS, ആൻഡ്രോയിഡ്, iOS എന്നിവയൊക്കെ എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. ഏതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്? വിൻഡോസ്, ലിനക്സ്, മാക് OS, ആൻഡ്രോയിഡ്, iOS എന്നിവയൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡാറ്റയുടെ അളവിനെ ഡാഷ് എന്ന് പറയുന്നു. നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡാറ്റയുടെ അളവിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ ഏതാണ്? നമുക്ക് കുറേ ക്വസ്റ്റ്യൻ കണ്ടാണ്. സെർച്ച് എഞ്ചിൻസ് ഏതാണ്? താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗൂഗിളാണ് സെർച്ച് എഞ്ചിൻ. നെക്സ്റ്റ്, ഐഡൻറ്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട് ഏതാണ്? ഐഡൻറ്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന ആക്ട് ഏതാണ്? IT ആക്ട് 66C. IT ആക്ട് 66C. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏത്? ഒപ്പേര, മൈക്രോസോഫ്റ്റ് എഡ്ജ്, ആപ്പിൾ സഫാരി എന്നിവയൊക്കെ വെബ് ബ്രൗസേഴ്സ് ആണ്. ഡ്രീം വീവർ എന്ന് പറയുന്നത് വെബ് ബ്രൗസർ അല്ല. ഓപ്പറ, ആപ്പിൾ സഫാരി, മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്നിവയൊക്കെ എന്താണ്? വെബ് ബ്രൗസേഴ്സ് ആണ്. ഡ്രീം വീവർ ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ വെബ് ബ്രൗസർ അല്ലാത്ത D ആണ്. നെക്സ്റ്റ്, കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? സ്കാനർ, ബാർകോഡ് റീഡർ, ഓപ്റ്റിക്കൽ മാർക്ക് റീഡർ, പ്ലോട്ടർ ആണ് ഒറ്റപ്പെട്ടത്. ബാക്കി സ്കാനർ, ബാർകോഡ് റീഡർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഒക്കെ എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് ആണ്. പ്ലോട്ടർ ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. സ്കാനർ, ബാർകോഡ് റീഡർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നിവയാണ് ഇൻപുട്ട് ഡിവൈസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന ഒരു തരം തട്ടിപ്പ് ഏതാണ്? ഓപ്ഷൻ എ ഫിഷിംഗ്. പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന ഒരു തരം തട്ടിപ്പാണ് ഫിഷിംഗ്. നെക്സ്റ്റ്, ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനം ഏതാണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. നെക്സ്റ്റ്, കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതാണ്? കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സഞ്ജയ് എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുന്ന ഓൺലൈൻ സേവനം ഏതാണ്? കെട്ടിട നികുതി അടയ്ക്കൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ വ്യത്യസ്തമായത് കണ്ടെത്തുക. ബ്ലൂറേ DVD ആണ്. റീഡ് ഓൺലി മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി, കേഷ് മെമ്മറി എന്നിവയൊക്കെ പ്രൈമറി മെമ്മറിയാണ്. റീഡ് ഓൺലി മെമ്മറിയും റാൻഡം ആക്സസ് മെമ്മറിയും പ്രൈമറി മെമ്മറിയാണ്. ബ്ലൂറേ DVD എന്ന് പറയുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. HDD, SSD, USB ഡ്രൈവ്, ബ്ലൂറേ DVD ഒക്കെ സെക്കൻഡറി മെമ്മറിയാണ്. റാം, റോം, കേഷ് മെമ്മറി എന്നിവ എന്താണ്? പ്രൈമറി മെമ്മറിയാണ്. നേരത്തെ റാൻഡം ആക്സസ് മെമ്മറി, പ്രൈമറി മെമ്മറിയിൽ പറഞ്ഞു വന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തോളൂ. റീഡ് ഓൺലി മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി, കേഷ് മെമ്മറി എന്നിവ പ്രൈമറി മെമ്മറിയാണ്. ബ്ലൂറേ DVD എന്ന് പറയുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതിന് ഉദാഹരണമാണ്? വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതിന് ഉദാഹരണമാണ്? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. നെക്സ്റ്റ്, വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ടീം ബേണേഴ്സ്ലി ആണ് വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓഫീസ് പാക്കേജിൻ്റെ ഭാഗമായി വരുന്ന ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഏതാണ്? മൈക്രോസോഫ്റ്റ് ആക്സസ്.
ഓഫീസ് പാക്കേജിൻ്റെ ഭാഗമായി വരുന്ന ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് മൈക്രോസോഫ്റ്റ് ആക്സസ്. നെക്സ്റ്റ്, മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് പെടുന്നത്? മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഏത് സെക്ഷനിലാണ് പെടുന്നത്? ഏതാണ്? സെക്ഷൻ 66E ആണ്. സെക്ഷൻ 66E. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി 2 ക്ലാസ് പ്രീവിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം.